ശ്രദ്ധിക്കൂ, നമ്മളിന്ന് ഒരു യാത്ര പോവുകയാണ്. ഇതൊരു സാധാരണ യാത്രയല്ല, മറിച്ച് സ്വന്തം ശരീരത്തിലേക്കും മനസ്സിലേക്കും നടത്തുന്ന ഒരു തീർത്ഥയാത്രയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ നാവിൻ തുമ്പിലെ ആ ചെറിയൊരു മധുരത്തിന് നമ്മുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നോ? ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഒരു കപ്പ് ചായയുമായിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഉച്ചയൂണിന് ശേഷം ചെറിയൊരു മധുരം കഴിച്ചതിന്റെ രുചി ഇപ്പോഴും നിങ്ങളുടെ നാവിൽ ബാക്കിയുണ്ടാകാം. ആ മധുരം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം, ആശ്വാസം, അതൊരു മായാജാലം പോലെയാണ്, അല്ലേ? എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കൂ, ആ മധുരം പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായാലോ? വെറും 7 ദിവസം, 365 ദിവസങ്ങളിൽ വെറും 7 ദിവസം മാത്രം മധുരം പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? അതൊരു മാറ്റമല്ല, മറിച്ച് ഒരു പുനർജന്മമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ആ 7 ദിവസത്തെ കഥയാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയുന്ന, കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്ന ആ 7 ദിവസങ്ങളുടെ കഥ. ഇതൊരു വെല്ലുവിളിയായി കാണരുത്, മറിച്ച് ഇതൊരു പരീക്ഷണമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് മധുരം വലിയ ഇഷ്ടമാണ്, അതുകൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. സത്യത്തിൽ നമ്മൾ മധുരത്തെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മൾ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുടിക്കുന്ന ചായയിലെ പഞ്ചസാര മുതൽ വൈകുന്നേരം കഴിക്കുന്ന സ്നാക്സിലെ ഒളിഞ്ഞിരിക്കുന്ന മധുരം വരെ നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്നൊരു ശക്തിയായി അത് മാറിയിരിക്കുന്നു. എന്നാൽ ഈ നിമിഷം മുതൽ അടുത്ത 7 ദിവസത്തേക്ക് ആ നിയന്ത്രണം നമ്മൾ തിരിച്ചുപിടിക്കാൻ പോവുകയാണ്. തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ദിവസം. ഈ യാത്രയിലെ ഏറ്റവും കടുപ്പമേറിയ ദിവസമാണിത്. നിങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞോ? ഇനി പഞ്ചസാരയില്ല, മധുര പലഹാരങ്ങളില്ല, സോഫ്റ്റ് ഡ്രിങ്കുകളില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പതിവ് പോലെ ശരീരം മധുരം ആവശ്യപ്പെടും. തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തു, അതായത് നമുക്ക് സന്തോഷം നൽകുന്ന ഹോർമോൺ, മധുരത്തിനായി മുറവിളി കൂട്ടാൻ തുടങ്ങും. ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടേക്കാം. ഒരുപക്ഷേ ചെറിയൊരു തലവേദന, അല്ലെങ്കിൽ വല്ലാത്ത ക്ഷീണം. ഇത് നിങ്ങളുടെ ശരീരം പരാജയപ്പെടുന്നതിന്റെ ലക്ഷണമല്ല, മറിച്ച് ശരീരം മധുരത്തിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. വർഷങ്ങളായി ശീലിച്ചൊരു സുഹൃത്തിനെ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം പോലെയാണത്. നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് പെട്ടെന്ന് കുറയുമ്പോൾ ശരീരം പരിഭ്രാന്തി കാണിക്കും. മനസ്സ് പറയും, വേണ്ട, ഒരൽപ്പം മധുരം കഴിക്കൂ, എങ്കിലെല്ലാം ശരിയാവും എന്ന്. ആ ശബ്ദത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കേണ്ടത്. ആ സമയത്ത് നിങ്ങൾ കുടിക്കുന്ന ഓരോ ഗ്ലാസ് വെള്ളവും നിങ്ങളുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനുള്ള ആയുധമാണ്. വൈകുന്നേരമാകുമ്പോൾ ക്ഷീണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയേക്കാം. ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ. ഇത് പേടിക്കേണ്ട കാര്യമല്ല. മദ്യത്തിനടിമപ്പെട്ട ഒരാൾ അത് നിർത്തുമ്പോൾ കാണിക്കുന്ന വിഡ്രോവഡ് സിംറ്റംസ് പോലെ തന്നെയാണിത്. പഞ്ചസാരയും ഒരു ലഹരിയാണ്, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അംഗീകൃതമായ ലഹരി. 1-ാം ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ജയിച്ചിരിക്കുന്നത് വലിയൊരു യുദ്ധമാണ്. കിടക്കയിൽ കിടക്കുമ്പോൾ ശരീരം തളർന്നിട്ടുണ്ടാകാം, പക്ഷേ മനസ്സ് ഒരു പുതിയ ഉണർവിലേക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഓർക്കണം. 2-ാമത്തെ ദിവസം പുലരുന്നു. ഇന്നും കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല, പക്ഷേ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഇന്നലെ വരെ വിശപ്പ് എന്നതൊരു അസഹനീയമായ വികാരമായിരുന്നുവെങ്കിൽ ഇന്നത് കുറച്ചുകൂടി ശാന്തമായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ മധുരം കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ ഉയരുകയും ഇൻസുലിൻ എന്ന ഹോർമോൺ അത് നിയന്ത്രിക്കാൻ പാടുപെടുകയും ചെയ്യാറുണ്ട്. ഈ ഇൻസുലിൻ സ്പൈക്കിടൽ അവസാനിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും വിശക്കുന്നത്. എന്നാൽ മധുരം ഉപേക്ഷിച്ച് 48 മണിക്കൂർ കഴിയുമ്പോൾ ഇൻസുലിന്റെ അളവ് സാവധാനം താഴാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്, ഇനി കൊഴുപ്പ് കത്തിക്കാൻ സമയമായി എന്ന്. അതെ, ഇത്രയും നാൾ ഊർജ്ജത്തിനായി പഞ്ചസാരയെ ആശ്രയിച്ചിരുന്ന നിങ്ങളുടെ ശരീരം കെട്ടിക്കിടക്കുന്ന കൊഴുപ്പിന് ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന്റെ ആദ്യഘട്ടമാണിത്. ഇത് കേൾക്കുമ്പോൾ ലളിതമായി തോന്നാം, പക്ഷേ ശരീരത്തിനുള്ളിൽ അതൊരു വിപ്ലവമാണ്. കരളിലും പേശികളിലും സൂക്ഷിച്ചിരുന്ന ഗ്ലൈക്കജൻ സ്റ്റോറുകൾ തീർന്നു തുടങ്ങുമ്പോൾ ശരീരം പുതിയൊരു ഊർജ്ജസ്രോതസ്സിനെ തേടുന്നു. ആ തേടലാണ് നിങ്ങളുടെ അമിതഭാരം കുറയ്ക്കാനുള്ള ആദ്യത്തെ ചുവടുവയ്ക്കും. ഈ സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥയിൽ ചില മാറ്റങ്ങൾ കണ്ടേക്കാം. ദേഷ്യം വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരാം. ഇത് തലച്ചോർ നടത്തുന്ന ഒരു നാടകമാണ്, മധുരം നൽകാത്തതിലുള്ള പ്രതിഷേധം. പക്ഷേ ഈ പ്രതിഷേധത്തിന് അധികമായുസില്ല. 2-ാമത്തെ ദിവസത്തെ രാത്രി ഒരുപക്ഷെ നിങ്ങൾക്ക് വല്ലാത്തൊരു വിശപ്പ് അനുഭവപ്പെട്ടേക്കാം. ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും മധുരം കഴിക്കാൻ കൈകൾ തരിക്കും. ആ ഒരൊറ്റ നിമിഷം നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾ പാതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു.
ആ സമയത്ത് നിങ്ങളുടെ ശരീരം പഠിക്കുന്നത് വിശപ്പിനെ നിയന്ത്രിക്കാനാണ്. വിശപ്പ് നിങ്ങളെ നിയന്ത്രിക്കാനല്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചിയിൽ ചെറിയ മാറ്റങ്ങൾ തോന്നിത്തുടങ്ങും. ഉപ്പിനും എരിവിനുമൊക്കെ മുമ്പില്ലാത്ത ഒരു വ്യക്തത വരുന്നതുപോലെ. നിങ്ങളുടെ നാവിൻ തുമ്പിലെ രുചിമുകുളങ്ങൾ ഷുഗർ കോട്ടിങ്ങിൽ നിന്നും മോചിതരായി തുടങ്ങുകയാണ്. 3-ാം ദിവസം ഇതൊരു വഴിത്തിരിവാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ക്ഷീണവും തലവേദനയും മാറി ഒരു തരം തെളിച്ചം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തു നോക്കിയാൽ ആ പഴയ വീക്കം കുറഞ്ഞതുപോലെ തോന്നും. അമിതമായ ഉപ്പും പഞ്ചസാരയും കാരണം ശരീരത്തിൽ കെട്ടിക്കിടന്നിരുന്ന ജലാംശം, അതായത് വാട്ടർ വെയ്റ്റ്, ശരീരം പുറന്തള്ളിത്തുടങ്ങിയിരിക്കുന്നു. പലരും ഈ ദിവസമാണ് കണ്ണാടിയിൽ നോക്കി അത്ഭുതപ്പെടുന്നത്. മുഖത്തെ പഫിനെസ് കുറയുന്നു. ദാടിയെല്ലിന്റെ ഷേപ്പ് കുറച്ചുകൂടി വ്യക്തമാകുന്നു. ഇത് വെറും വെള്ളം പോകുന്നതല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, പക്ഷേ ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ അനാവശ്യമായി കെട്ടിക്കിടക്കുകയായിരുന്നു. അത് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. നടക്കുമ്പോഴും പടികൾ കയറുമ്പോഴും ശ്വാസം കിട്ടാൻ പ്രയാസമില്ലാത്തതുപോലെ. കൂടാതെ 3-ാം ദിവസം സംഭവിക്കുന്ന മറ്റൊരത്ഭുതമുണ്ട്. നിങ്ങളുടെ ഊർജ്ജനിലയിലെ സ്ഥിരത. മധുരം കഴിക്കുമ്പോൾ ഊർജ്ജം പെട്ടെന്ന് കൂടുകയും കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് താഴുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചഭക്ഷണത്തിന് ശേഷം നമുക്ക് വല്ലാത്തൊരു ഉറക്കം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ഏറ്റക്കുറച്ചിലുകളില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ഉന്മേഷത്തോടെ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. തലച്ചോറിലെ മൂടൽമഞ്ഞ്, അതായത് ബ്രെയിൻ ഫോഗ്, സാവധാനം നീങ്ങിപ്പോകുന്നു. ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരുന്നു. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പണ്ടത്തേക്കാൾ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലികൾ വേഗത്തിൽ തീർക്കാൻ കഴിയുന്നതായും, വിദ്യാർത്ഥിയാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വേഗത്തിൽ ഓർത്തെടുക്കാൻ കഴിയുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ ലൈപ്പോലൈസിസ് ആണ്. അതായത് കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്ന പ്രക്രിയ. പ്രത്യേകിച്ച് വയറിനു ചുറ്റുമുള്ള കൊഴുപ്പ്. ഇൻസുലിൻ ലെവൽ താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ശരീരം വയറിലെ കൊഴുപ്പിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. വയറു കുറയുക എന്നത് പലരുടെയും സ്വപ്നമാണല്ലോ. വ്യായാമം ചെയ്യാതെ തന്നെ വെറും മധുരം ഉപേക്ഷിച്ചാൽ മാത്രം വയറു കുറയുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണിത്. ഉത്തരം അതേ എന്ന് തന്നെയാണ്. കാരണം കൊഴുപ്പ് സംഭരിക്കാൻ ശരീരത്തിന് നൽകുന്ന നിർദ്ദേശം വരുന്നത് ഇൻസുലിനിൽ നിന്നാണ്. ആ ഇൻസുലിനെ നമ്മളിപ്പോൾ വിശ്രമിക്കാൻ അനുവദിച്ചിരിക്കുകയാണ്. 3-ാം ദിവസത്തെ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഉറക്കം ഒരുപക്ഷേ കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ലഭിച്ച ഏറ്റവും നല്ല ഉറക്കമായിരിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാത്തതുകൊണ്ട് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരില്ല. ഗാഠനിദ്രയിലേക്ക്, അഥവാ ഡീപ് സ്ലീപ്പിലേക്ക് ശരീരത്തിന് എളുപ്പത്തിൽ സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണമില്ലാതെ തികച്ചും ഫ്രഷായി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് കഴിയും. ഈ മാറ്റങ്ങൾ വെറും 3 ദിവസം കൊണ്ട് സംഭവിക്കുമെങ്കിൽ 7 ദിവസം പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളിപ്പോൾ യാത്രയുടെ പകുതി എത്തിയിട്ടേയുള്ളൂ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഇതിലും വലുതാണ്. ചർമ്മത്തിലെ മാറ്റങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനം, മാനസികാരോഗ്യം എന്നിവയിലെല്ലാം അത്ഭുതകരമായ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ഒരു പുതിയ മനുഷ്യനിലേക്കുള്ള മാറ്റം പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. 4-ാം ദിവസം പുലരുമ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് മറ്റൊരു വ്യക്തിയെയാണോ എന്ന് സംശയിച്ചേക്കാം. കാരണം മാറ്റങ്ങളിപ്പോൾ ശരീരത്തിന് പുറത്തേക്കും പ്രകടമായി തുടങ്ങിയിരിക്കുന്നു. ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചത് ശരീരത്തിനുള്ളിലെ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നുവെങ്കിൽ 4-ാം ദിവസം മുതൽ അത് നിങ്ങളുടെ ചർമ്മത്തിൽ പ്രതിഫലിച്ചു തുടങ്ങും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഞ്ചസാര അമിതമായി കഴിക്കുന്നവരുടെ മുഖത്ത് ഒരുതരം മങ്ങലോ അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളോ കാണാറുണ്ട്. ഇതിന് ശാസ്ത്രീയമായ ഒരു കാരണമുണ്ട്. ഗ്ലൈക്കേഷൻ എന്നൊരു പ്രക്രിയയാണത്. ലളിതമായി പറഞ്ഞാൽ, രക്തത്തിലെ അധികമുള്ള പഞ്ചസാര നമ്മുടെ ചർമ്മത്തിന് ഇലാസ്തികതയും ചെറുപ്പവും നൽകുന്ന കൊളാജൻ എന്ന പ്രോട്ടീനുമായി ഒട്ടിപ്പിടിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ ബലം കുറയ്ക്കുകയും ചുളിവുകൾ വീഴാൻ കാരണമാവുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾ മധുരം തൊട്ടിട്ടില്ല. അതുകൊണ്ടുതന്നെ ആ ആക്രമണം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്തെ കുരുക്കൾ കുറയുന്നതായും ചർമ്മത്തിനൊരു പ്രത്യേക തിളക്കം വരുന്നതായും നിങ്ങൾക്ക് തോന്നും. വിലകൂടിയ ക്രീമുകൾ പുരട്ടിയാൽ കിട്ടാത്ത ഒരു സ്വാഭാവികമായ തിളക്കം. അത് നിങ്ങളുടെ രക്തം ശുദ്ധിയാകുന്നതിന്റെ തെളിവാണ്. അതുമാത്രമല്ല, ശരീരത്തിനകത്തുള്ള ഒരു വലിയ തീ അണയുന്ന ദിവസമാണിന്ന്. അതെ,
ഇൻഫ്ലമേഷൻ അഥവാ വീക്കം. പഞ്ചസാര എന്നത് ശരീരത്തിൽ വീക്കമുണ്ടാക്കുന്ന പ്രധാന വില്ലനാണ്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന അകാരണമായ സന്ധിവേദനകൾ, മുട്ടുവേദന, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഒരു മുറുക്കം, ഇതെല്ലാം ഈ വീക്കത്തിന്റെ ഫലമാണ്. എന്നാൽ 4-ാം ദിവസം എത്തുമ്പോൾ ഈ വേദനകൾ മാന്ത്രികമായി കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പടികൾ കയറുമ്പോൾ മുട്ടുകൾക്കുണ്ടായിരുന്ന ആയാസം കുറഞ്ഞതുപോലെ, കുനിയുമ്പോഴും നിവരുമ്പോഴും നടുവിനുണ്ടായിരുന്ന പിടിത്തമയഞ്ഞതുപോലെ, നിങ്ങളുടെ ശരീരം ഭാരമില്ലാത്ത ഒരു തൂവല് പോലെയായി മാറുന്ന സമയം. ഇത് വെറുതെ തോന്നുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ശ്വാസം വിട്ടു തുടങ്ങുന്നതിന്റെ ആശ്വാസമാണത്. ഒരു വലിയ ഭാരം ഇറക്കിവെച്ച പോലെയുള്ള ഒരു സ്വാതന്ത്ര്യം. 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അത്ഭുതകരമായ തിരിച്ചറിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് രുചിയെ സംബന്ധിച്ചാണ്. ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്നത് മധുരമില്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ല എന്നായിരുന്നില്ലേ? എന്നാൽ 5-ാം ദിവസം നിങ്ങളൊരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു കഷ്ണം ക്യാരറ്റോ കഴിച്ചു നോക്കൂ. അതിനു മുൻപില്ലാത്ത അത്ര മധുരമുള്ളതായി നിങ്ങൾക്ക് തോന്നും. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾക്ക് ഇത്രയും രുചിയുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. സംഭവം ഇതാണ്: അമിതമായ പഞ്ചസാരയും കൃത്രിമ മധുരങ്ങളും നമ്മുടെ നാവിൻ തുമ്പിലെ രുചിമുകുളങ്ങളെ, അതായത് ടേസ്റ്റ് ബഡ്സിനെ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. ഏതൊരു ലഹരിയും പോലെ, കൂടുതൽ കിട്ടിയാലേ തൃപ്തിയാകൂ എന്ന അവസ്ഥ. എന്നാൽ കഴിഞ്ഞ 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിങ്ങളുടെ നാവ് അതിന്റെ സ്വാഭാവിക ശേഷി വീണ്ടെടുത്തിരിക്കുന്നു. ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ അതിലെ സ്വാഭാവിക മധുരം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാപ്പിയിൽ പഞ്ചസാരയില്ലെങ്കിലും കാപ്പിക്കുരുവിന്റെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഭക്ഷണം കഴിക്കുക എന്നത് വെറുമൊരു ശീലമല്ലാതെ ഒരു അനുഭൂതിയായി മാറുന്ന നിമിഷമാണിത്. 5-ാം ദിവസം നിങ്ങളുടെ വയറിനുള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ കൂടി പറയാതെ വയ്യ. നമ്മുടെ വയറിനെ 2ാമത്തെ തലച്ചോറെന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ മാനസികാവസ്ഥയെ വരെ നിയന്ത്രിക്കുന്നത് വയറ്റിലെ ബാക്ടീരിയകളാണ്. പഞ്ചസാര കഴിക്കുമ്പോൾ വയറ്റിലെ ചീത്ത ബാക്ടീരിയകൾക്കാണ് നമ്മൾ വിരുന്നൂട്ടുന്നത്. അവ പെറ്റുപെരുകി ഗ്യാസും അസിഡിറ്റിയും ദഹനക്കുറവും ഉണ്ടാക്കുന്നു. എന്നാൽ 5 ദിവസമായി അവയ്ക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ആ ചീത്ത ബാക്ടീരിയകൾ പട്ടിണി കിടന്ന് നശിച്ചു തുടങ്ങിയിരിക്കുന്നു. പകരം നമുക്ക് ഗുണം ചെയ്യുന്ന നല്ല ബാക്ടീരിയകൾ ആധിപത്യം സ്ഥാപിക്കുന്നു. ഇതിന്റെ ഫലമെന്താണെന്നോ? വയറ്റിലെ വീർപ്പുമുട്ടൽ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന ഗ്യാസ്, നെഞ്ചെരിച്ചിൽ, ഇതെല്ലാം അപ്രത്യക്ഷമാകുന്നു. വയറെപ്പോഴും ശാന്തമായിരിക്കുന്നു. വയറ് ശാന്തമാകുമ്പോൾ മനസ്സു ശാന്തമാകും. നിങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തോന്നിത്തുടങ്ങും. കാരണം ശരീരത്തിലെ സെറോട്ടോണിൻ എന്ന സന്തോഷത്തിന്റെ ഹോർമോണിന്റെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറ്റിലാണ്. വയറ് ശുദ്ധിയാകുന്നതോടെ നിങ്ങളുടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെയാകുന്നു. 6-ാം ദിവസം. ഈ യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത് ശാരീരികമായ മാറ്റത്തേക്കാൾ ഉപരി മാനസികമായ ഒരു കുതിച്ചുചാട്ടമാണ്. ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ മൂടൽമഞ്ഞ് എന്ന് നമ്മൾ വിളിക്കുന്ന അവസ്ഥ പൂർണ്ണമായും മാറിയിട്ടുണ്ടാകും. മുൻപ് ഒരു കാര്യം ആലോചിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ പാടുപെട്ടിരുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങളുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. പഞ്ചസാര നൽകുന്ന ഊർജം പെട്ടെന്ന് കത്തിത്തീരുന്ന പേപ്പർ പോലെയാണ്. അത് പെട്ടെന്ന് ആളിക്കത്തും, പെട്ടെന്നണയും. അതുകൊണ്ടാണ് നമുക്ക് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യം വരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരം കൊഴുപ്പിനെയാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. കൊഴുപ്പ് കത്തുമ്പോൾ കിട്ടുന്ന ഊർജം കൽക്കരി പോലെയാണ്. അത് സാവധാനം എന്നാൽ ഏറെ നേരത്തേക്ക് ശക്തമായി കത്തിക്കൊണ്ടിരിക്കും. ഇതിന്റെ അർത്ഥം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഊർജം ഒരേ ലെവലിൽ നിൽക്കുമെന്നാണ്. ഉച്ചയ്ക്ക് ചോറുണ്ട ശേഷം വരുന്ന ആ മയക്കം, വൈകുന്നേരം 4 മണിയാകുമ്പോൾ ചായയും ബിസ്ക്കറ്റും കഴിച്ചില്ലെങ്കിൽ വരുന്ന ആ കൈവിറയൽ, അതൊന്നും ഇന്നില്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൂടുതൽ പ്രൊഡക്റ്റീവായി മാറുന്നു. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകർ ചോദിച്ചേക്കാം, എന്താണിപ്പോഴൊരു പ്രത്യേക ഉന്മേഷം എന്ന്. വീട്ടിൽ കുട്ടികളോടും പങ്കാളിയോടും ഇടപെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയുള്ളതായി തോന്നും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്നത് കുറയും. കാരണം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് റോക്കറ്റ് പോലെ കൂടുകയും കുറയുകയും ചെയ്യുന്നില്ല. അത് ശാന്തമായൊരു പുഴ പോലെ ഒഴുകുകയാണ്. ഈ ശാന്തതയാണ് യഥാർത്ഥ ആരോഗ്യം. നിങ്ങളുടെ ഓർമ്മശക്തിയിലും മാറ്റങ്ങൾ കണ്ടുതുടങ്ങും. പേരുകൾ മറന്നുപോകുന്ന, വെച്ച സാധനങ്ങൾ എവിടെയാണെന്ന് ഓർക്കാൻ പറ്റാത്ത അവസ്ഥകൾക്ക് മാറ്റം വരും. തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഇപ്പോൾ തടസ്സങ്ങളില്ല. 6-ാം ദിവസം രാത്രി നിങ്ങൾ കിടക്കയിൽ കിടക്കുമ്പോൾ
നാളെ ഉണരുന്നത് ഈ ചാലഞ്ചിന്റെ അവസാന ദിവസത്തേക്കാണല്ലോ എന്ന ചിന്ത നിങ്ങൾക്ക് സന്തോഷം നൽകും. ഒരാഴ്ച മുൻപ് അസാധ്യമെന്ന് കരുതിയ കാര്യം നിങ്ങൾ സാധിച്ചെടുക്കാൻ പോകുകയാണ്. വെറും മധുരം ഒഴിവാക്കിയപ്പോൾ ജീവിതത്തിന്റെ മധുരം തിരിച്ചുകിട്ടിയ ദിവസങ്ങളാണിത്. ഈ 6 ദിവസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശരീരം ഒരു വലിയ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കരൾ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവന്നു. പാൻക്രിയാസ് എന്ന അവയവം, ഇത്രയും കാലം നിർത്താതെ ഓടിക്കൊണ്ടിരുന്ന ഇൻസുലിൻ ഫാക്ടറി, ഒന്ന് വിശ്രമിച്ച് ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. നിങ്ങളുടെ ഹൃദയം, രക്തക്കുഴലുകൾ, വൃക്കകൾ എല്ലാം നിങ്ങളോട് നന്ദി പറയുകയാണ്. കാരണം രക്തത്തിലൂടെ ഒഴുകിയിരുന്ന ആ വിഷം ഇപ്പോഴില്ല. എന്നാൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് 7-ാം ദിവസമാണ്. അത് വെറുമൊരു ദിവസമല്ല, അതൊരു വിജയപ്രഖ്യാപനമാണ്. നിങ്ങളുടെ ശരീരം അതിന്റെ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അനുഭൂതി എന്താണെന്നറിയാമോ? 7-ാം നാൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് വെറും കുറഞ്ഞ ശരീരഭാരമോ തെളിഞ്ഞ ചർമ്മമോ മാത്രമല്ല. അതെന്താണെന്ന് നമുക്ക് അടുത്ത ബാച്ചിൽ കാണാം. ഈ യാത്രയുടെ ക്ലൈമാക്സ് അവിടെയാണ്. 7-ാം ദിവസം. അഭിനന്ദനങ്ങൾ, നിങ്ങളിതാ ഫിനിഷിംഗ് ലൈനിലെത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് വാക്കുകൾക്കതീതമാണ്. ഒരാഴ്ച മുൻപ് അലാറം അടിച്ചാൽ സ്നൂസ് ബട്ടൺ അമർത്തി 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടിരുന്ന ആ വ്യക്തിയല്ല ഇന്നത്തെ നിങ്ങൾ. ഒരു കുതിപ്പിന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ അടയാളം. ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ണാടിയിൽ നോക്കൂ. ആ മുഖമൊന്ന് ശ്രദ്ധിക്കൂ. ഒരാഴ്ച മുൻപുണ്ടായിരുന്ന ക്ഷീണിച്ച കണ്ണുകൾക്ക് പകരം തിളക്കമുള്ള ജീവസ്യുറ്റ കണ്ണുകൾ. കവിളിലെ ആ വീക്കം മാറിയിരിക്കുന്നു. കഴുത്തിനു ചുറ്റുമുണ്ടായിരുന്ന ആ കറുപ്പു നിറം, ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ലക്ഷണം, മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളൊന്ന് ഇട്ടുനോക്കൂ. ഇടുപ്പിൽ അല്പം അയവ് തോന്നുന്നില്ലേ? അത് വെറും തോന്നലല്ല, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആഴത്തിലുള്ള അപകടകരമായ വിസറൽ ഫാറ്റ് ഉരുകിത്തുടങ്ങിയതിന്റെ തെളിവാണ്. ഒരാഴ്ചകൊണ്ട് ഇത്രയും മാറ്റങ്ങൾ വരുമെങ്കിൽ ഇത് തുടർന്നാൽ എവിടെ എത്തുമെന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ 7-ാം ദിവസത്തെ ഏറ്റവും വലിയ മാറ്റം ശരീരത്തിലല്ല, നിങ്ങളുടെ മനസ്സിലാണ്. ഒരാഴ്ച മുൻപ് മധുരമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയ നിങ്ങളുടെ മനസ്സ് ഇന്നു പറയുന്നു, എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന്. ആ ആത്മവിശ്വാസം, അത് ചെറിയ കാര്യമല്ല. സ്വന്തം ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുമെന്ന ആ തിരിച്ചറിവ്, അത് ജീവിതത്തിലെ മറ്റെല്ലാ മേഖലകളിലേക്കും പടരുന്ന ഒരു കരുത്താണ്. ഒരു മധുരപലഹാരം മുന്നിൽ വെച്ചാൽ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആ ധൈര്യം, അത് നിങ്ങളുടെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. നിങ്ങളിപ്പോൾ ഭക്ഷണത്തിന്റെ അടിമയല്ല, മറിച്ച് യജമാനനാണ്. ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ വറ്റം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു. പ്രകൃതിദത്തമായ രുചികൾ തിരിച്ചറിയാൻ കഴിയുന്നു. മധുരത്തിനു പകരം നിങ്ങൾ തിരഞ്ഞെടുത്തത് ആരോഗ്യമാണ്. ഈ 7 ദിവസങ്ങൾ ഒരു ഡീറ്റോക്സ് മാത്രമല്ല, ഒരു റീബൂട്ടാണ്. നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫോൺ ഹാങ് ആകുമ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യില്ലേ? അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഏറ്റവും മികച്ച പെർഫോമൻസിലാണ് പ്രവർത്തിക്കുന്നത്. ഈ 7 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ ശരീരത്തിൽ നിന്ന് പുറന്തള്ളിയത് കിലോക്കണക്കിന് പഞ്ചസാര മാത്രമല്ല, ഭാവിയിൽ വന്നേക്കാവുന്ന പ്രമേഹം, ഹൃദ്രോഗം, ഫാറ്റി ലിവർ തുടങ്ങിയ മാരക രോഗങ്ങളുടെ വിത്തുകൾ കൂടിയാണ്. നിങ്ങൾ നിങ്ങളുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ ആരോഗ്യകരമായ കുറേ താളുകൾ കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. ആശുപത്രി കിടക്കയിൽ ചിലവഴിക്കേണ്ടി വന്നേക്കാവുന്ന സമയമാണ് നിങ്ങൾ ഈ ഒരാഴ്ച കൊണ്ട് ലാഭിച്ചത്. ഇനിയെന്ത്? ഈ 7 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് മടങ്ങണോ, അതോ ഈ പുതിയ ഊർജ്ജസ്വലമായ നിങ്ങളെ നിലനിർത്തണോ? ഉത്തരം നിങ്ങളുടെ കയ്യിലാണ്. ഞാൻ പറയില്ല ഒരിക്കലും മധുരം കഴിക്കരുതെന്ന്. പക്ഷേ അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. വല്ലപ്പോഴും ഒരു ആഘോഷത്തിന് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് വീണ്ടും ഒരു ലഹരിയായി മാറാൻ അനുവദിക്കരുത്. ഓർക്കുക, ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾ അനുഭവിച്ച ഈ ഉന്മേഷം, ഈ തെളിച്ചം, ഈ ഭാരക്കുറവ്, ഇതാണ് യഥാർത്ഥ ജീവിതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് വെറുതെ ഒരു വിനോദത്തിനല്ല എന്നെനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇത് കേട്ടത്. ആ മനസ്സിനെ അഭിനന്ദിക്കൂ. ഇന്നുതന്നെ ഈ ചാലഞ്ച് ഏറ്റെടുക്കൂ. നാളെ മുതൽ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ എന്നു പറഞ്ഞ് നീട്ടിവെക്കരുത്. ഈ നിമിഷം ഇപ്പോൾ തന്നെ തീരുമാനിക്കൂ. നിങ്ങളുടെ അടുത്ത ഭക്ഷണം, അത് നിങ്ങളുടെ ശരീരത്തിനുള്ള അമൃതായിരിക്കട്ടെ. ഈ 7 ദിവസത്തെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങളുടെ അനുഭവം, അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ്. ഈ ചാലഞ്ച് തുടങ്ങിയാൽ 1-ാം ദിവസം നിങ്ങൾക്ക് എന്തു തോന്നി?
3-ാം ദിവസം എന്തു മാറ്റം വന്നു, 7-ാം ദിവസം നിങ്ങൾ എന്ത് നേടി എന്നത് കമന്റുകളിൽ പങ്കുവയ്ക്കൂ. അത് വായിക്കുന്ന മറ്റൊരാൾക്ക് അതൊരു വലിയ ആശ്വാസമായിരിക്കും. നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഒരുപക്ഷേ പ്രമേഹം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അച്ഛനോ, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തോ, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് വലയുന്ന ഒരു വീട്ടമ്മയോ ആകാം ഇത് കാണുന്നത്. അവർക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഈ അറിവ്. കൂടുതൽ ആരോഗ്യകരമായ അറിവുകൾക്കും ജീവിതം മാറ്റുന്ന ഇതുപോലുള്ള കഥകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ നമുക്ക് വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. നന്ദി. ആരോഗ്യമുള്ളവരായിരിക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോവിൽ കാണും വരെ ഗുഡ് ബൈ.